ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചു. അതിന് രണ്ട് വാരിയേഷൻ എന്ന് പറഞ്ഞു, സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. പിന്നീട് നമ്മളൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്ന ഒരു ടെൻസ് നമ്മൾ പഠിച്ചു. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്ന ടെൻസിലൂടെയാണ് നമ്മൾ പറയുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു 4 യൂസേജസ് ലൈക്ക് ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറില്ല, നീ ചെയ്യാറുണ്ടോ, നീ ചെയ്യാറില്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. ആൻഡ് നൗ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിംഗുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സബ്ജക്റ്റിനെ കുറിച്ചിട്ടായിരുന്നു. സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ഉണ്ടെന്ന് പറഞ്ഞു. സിംഗുലേഴ്സ് ആണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി പറയുന്നത്. പ്ലൂറൽസ് ആണ് ഐ, യു, ദേ, വി എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഐ സ്റ്റഡി, ഐ ഗോ, ഐ റൈറ്റ്, ഐ തിങ്ക് എന്ന രീതിയിൽ നമുക്ക് പറയാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കാറുണ്ടെന്നുള്ളത് ഐ സ്റ്റഡി, ഞാൻ പഠിക്കാറില്ല, ഐ ഡോണ്ട് സ്റ്റഡി. നീ പഠിക്കാറുണ്ടോ ചോദ്യമാണെങ്കിൽ ഡു യു സ്റ്റഡി, നീ പഠിക്കാറില്ലേ. നെഗറ്റീവ് ക്വസ്റ്റൻ ആണെങ്കിൽ ഡോണ്ട് യു സ്റ്റഡി എന്നും പറയാം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വാരിയേഷനാണ് സിംഗുലേഴ്സ് പറയുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റെഗുലറായിട്ട് 1 after 1 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പ്രോമിസ് യു വൺ തിങ് ദാറ്റ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും വിത്തൗട്ട് കമ്മിറ്റിംഗ് എനി കൈൻഡ് ഓഫ് ഗ്രാമർ മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഈ ഒരു ക്ലാസ്സും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു പ്ലൂരൽ ആണെങ്കിൽ, ഓക്കെ, പ്ലൂരൽ ആണെങ്കിൽ നമുക്ക് പറയാം, പ്ലൂരൽ ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, പ്ലൂരൽ ഒന്നും ഇല്ലാടാ, സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഐ, യു, ദേ, വി വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിക്കുക എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഐ സ്റ്റഡി, ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയാം, ഐ സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഈ ഐ, യു, ദേ വെച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. ഐ സ്റ്റഡി, യു സ്റ്റഡി, ദേ സ്റ്റഡി, വി സ്റ്റഡി എന്ന് പറയാൻ പറ്റും. ഞാൻ പഠിക്കാറുണ്ട്, നീ പഠിക്കാറുണ്ട്, അവർ പഠിക്കാറുണ്ട്, ഞങ്ങൾ പഠിക്കാറുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ സിംഗുലർ പറയുന്ന സമയത്ത് കുഞ്ഞൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, എന്താണെന്നറിയോ? ഹി, ഷീ, ഇറ്റ്, എവരിബഡിയാണ് സിംഗുലർ എന്ന് നമ്മൾ പഠിച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ ഹി വെച്ച് പറയുന്ന സമയത്ത് ഹി സ്റ്റഡി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? ഹി സ്റ്റഡീസ് എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, ഹി സ്റ്റഡീസ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കാറില്ല എന്നുള്ളതിന് നമ്മൾ എന്ത് പറഞ്ഞു? ഐ ഡോണ്ട് സ്റ്റഡി. അവൻ പഠിക്കാറില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഹി ഡോണ്ട് അല്ല പറയേണ്ടത്, എന്ത് പറയണം? ഹി ഡസൻറ്റ് സ്റ്റഡി എന്ന് വേണം പറയാനായിട്ട്. ഹി ഡസൻറ്റ് സ്റ്റഡി. മനസ്സിലായല്ലോ? ഇനി നീ പഠിക്കാറുണ്ടോ ചോദ്യമാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഡു യു സ്റ്റഡി. നീ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. അവൻ പഠിക്കാറുണ്ടോ എന്നുള്ള ചോദ്യമാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഡസ് ഹി സ്റ്റഡി. ഡസ് ഹി സ്റ്റഡി. അവൻ പഠിക്കാറുണ്ടോ? ഡസ് ഹി സ്റ്റഡി. ഓക്കെ, ഇനി നീ പഠിക്കാറില്ലേ നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ പറയാമെന്ന് പറഞ്ഞു? ഡോണ്ട് യു സ്റ്റഡി. നീ പഠിക്കാറില്ലേ? ഡോണ്ട് യു സ്റ്റഡി. ഓക്കെ, ഇനി നെഗറ്റീവ് ക്വസ്റ്റൻ ആണെങ്കിലോ? ഡസൻറ്റ് ഷീ സ്റ്റഡി. അവൾ പഠിക്കാറില്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഓടുക നമുക്കറിയാം. ഞാൻ ഓടാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഐ റൺ പറയാം. ഞാൻ ഓടാറില്ല, ഐ ഡോണ്ട് റൺ. നീ ഓടാറുണ്ടോ? ഡു യു റൺ. നീ ഓടാറില്ലേ? ഡോണ്ട് യു റൺ. ഇനി നമ്മൾ സിംഗുലർ വെച്ചിട്ടാണ് പറയുന്നത്, ഷീ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷീ, അവൾ ഓടാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഷീ റൺസ്. കിട്ടിയോ? ഷീ റൺസ്. അവൾ ഓടാറില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഷീ ഡസൻറ്റ്. ഒരിക്കലും പറയരുത് ഷീ ഡോണ്ട് അല്ല, എന്ത് പറയണം? ഷീ ഡസൻറ്റ് റൺ. ഓക്കെ, അവൾ ഓടാറുണ്ടോ? അവൾ ഓടാറുണ്ടോ ചോദ്യമാണ്. ഡസ് ഷീ റൺ. അവൾ ഓടാറുണ്ടോ? അവൾ ഓടാറില്ലേ നെഗറ്റീവ് ചോദ്യമാണ്. ഡസൻ ഷീ റൺ. ഡസൻ ഷീ റൺ. കിട്ടിയോ? നെക്സ്റ്റ് വൺ, അവൾ നടക്കാറുണ്ട്. ഷീ ആണല്ലോ, ഷീ വാക്സ്. ഷീ വാക്സ്. ഓക്കെ, അവൾ നടക്കാറില്ല. ഷീ ഡസൻറ്റ് വാക്ക്. അവൾ നടക്കാറുണ്ടോ ചോദ്യമാണ്, എന്ത് പറയാം? ഡസ് ഷീ വാക്ക്. അവൾ നടക്കാറില്ലേ ചോദ്യമാണ്. ഡസൻറ്റ് ഷീ വാക്ക്. ഓക്കെ, അതും ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? അവൾ നടക്കാറുണ്ട്, ഷീ വാക്സ്. അവൾ നടക്കാറില്ല, ഷീ ഡസൻറ്റ് വാക്ക്. അവൾ നടക്കാറുണ്ടോ ചോദ്യമാണെങ്കിൽ ഡസ് ഷീ വാക്ക്. അവൾ നടക്കാറില്ലേ അനദർ ചോദ്യമാണ്, നെഗറ്റീവ് ചോദ്യമാണ്. ഡസൻ ഷീ വാക്ക്. ഓക്കെ, അവൾ പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഷീ സ്റ്റഡീസ്. അവൾ പഠിക്കാറില്ല പറഞ്ഞോളൂ, കൂടെ തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഷീ ഡസൻറ്റ് സ്റ്റഡി. ഡസൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റഡീസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഷീ ഡസൻറ്റ് സ്റ്റഡി.
അവൾ പഠിക്കാറുണ്ടോ ചോദ്യമാണ്. ഡസ് ഷീ സ്റ്റഡി? അവൾ പഠിക്കാറുണ്ടോ? ഡസ് ഷീ സ്റ്റഡി? അവൾ പഠിക്കാറില്ലേ? അനന്തര ചോദ്യമാണ്. എന്താണ്? ഡസൻറ്റ് ഷീ സ്റ്റഡി? കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ. അവൾ പോകാറുണ്ട്. ഷീ ഗോസ്. ഓക്കെ, അത് ഹീ വെച്ചിട്ടൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവൾ പോകാറില്ല. ഷീ ഡസൻറ്റ് ഗോ. ഓക്കെ, അവൾ പോകാറുണ്ടോ ചോദ്യമാണ്. ഡസ് ഷീ ഗോ? ഓക്കെ, അവൾ പോകാറില്ലേ എന്നാണെങ്കിലോ ഡസൻറ്റ് ഷീ ഗോ. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അവൻ ആലോചിക്കാറുണ്ട്. എന്ത് പറയും? ഹീ അല്ലേ? ഹീ തിങ്സ്. അവൻ ആലോചിക്കാറില്ല. ഹീ ഡസൻറ്റ് തിങ്ക്. അവൻ ആലോചിക്കാറുണ്ടോ? ഡസ് ഹീ തിങ്ക്. അവൻ ആലോചിക്കാറുണ്ടോ? ഡസ് ഹീ തിങ്ക് ചോദ്യമാണ്. അവൻ ആലോചിക്കാറില്ലേ എന്നാണെങ്കിലോ ഡസൻറ്റ് ഹീ തിങ്ക്. ഡസൻറ്റ് ഹീ തിങ്ക് ചോദ്യമാണ്. അവൻ ആലോചിക്കാറില്ലേ? ഓക്കെ, അനദർ വൺ. അവൾ വായിക്കാറുണ്ട് പറയുമ്പോൾ ഷീ റീഡ്സ്. അവൾ വായിക്കാറില്ല. ഷീ ഡസൻറ്റ് റീഡ്. അവൾ വായിക്കാറുണ്ടോ? ഡസ് ഷീ റീഡ്. അവൾ വായിക്കാറില്ലേ? ഡസൻറ്റ് ഷീ റീഡ്. ഡസൻറ്റ് ഷീ റീഡ്. അവൾ വായിക്കാറില്ലേ? മനസ്സിലായല്ലോ. ഓക്കെ, അനദർ എക്സാമ്പിൾ. ഇനി ഞാൻ എഴുതണമെന്നില്ലല്ലോ, പ്രത്യേകിച്ച് എഴുതണമെന്നില്ലല്ലോ, പറഞ്ഞാൽ പോരെ. അപ്പോൾ അവൻ എഴുതാറുണ്ട്. എന്താ പറയുക? ഹീ റൈറ്റ്സ്. അവൻ എഴുതാറില്ല. ഹി ഡസൻറ്റ് റൈറ്റ്. അവൻ എഴുതാറുണ്ടോ ചോദ്യമാണ്. ഡസ് ഹി റൈറ്റ്? അവൻ എഴുതാറില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യനാണ്. ഡസൻറ്റ് ഹി റൈറ്റ്. അനദർ എക്സാമ്പിൾ. അവൻ ചാടാറുണ്ട്. ഹി ജംപ്സ്. അവൻ ചാടാറില്ല. ഹി ഡസൻറ്റ് ജംപ്. അവൻ ചാടാറുണ്ടോ? ഡസ് ഹി ജംപ്. അവൻ ചാടാറില്ലേ? ഡസൻ ഹി ജംപ്. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളം പറയാം, നിങ്ങൾ അതിൻ്റെ കൂടെ പറഞ്ഞു നോക്കിയേ. അവൻ ഡാൻസ് ചെയ്യാറുണ്ട്. ഹി ഡാൻസസ്. അവൻ ഡാൻസ് ചെയ്യാറില്ല. ഹി ഡസൻറ്റ് ഡാൻസ്. ഓക്കെ, അവൻ ഡാൻസ് ചെയ്യാറുണ്ടോ? ഡസ് ഹി ഡാൻസ്. അവൻ ഡാൻസ് ചെയ്യാറില്ലേ? ഡസൻ ഹി ഡാൻസ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. ഞാൻ കളിയാക്കാറുണ്ട്. ഐ ടീസ്. ഹി ആണെങ്കിൽ എന്താ പറയുക? ഹി ടീസസ്. ഓക്കെ, ഷീ ആണെങ്കിലും ഷീ ടീസസ്. അപ്പോൾ ഇവിടെ മോഹൻലാലാണ് കളിയാക്കാറുണ്ട് പറയുമ്പോൾ മോഹൻലാൽ ടീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹി ടീസസ്. അവൻ കളിയാക്കാറില്ല എന്തായിരുന്നു? അവൻ കളിയാക്കാറില്ല. ഹി ഡസൻ ടീസ്. അവൻ കളിയാക്കാറുണ്ടോ? ഡസ് ഹി ടീസ്. അവൻ കളിയാക്കാറില്ലേ? ഡസൻ ഹി ടീസ്. ഓക്കെ, അവൻ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ അവൻ കാണാറുണ്ടോ? അല്ലെങ്കിൽ ഡസ് ഹി ലുക്ക്. അവൻ നോക്കാറുണ്ടോ ചോദ്യമാണ്. ഡസ് ഹി ലുക്ക്. ഇതൊക്കെ ഞാൻ മിക്സ് ചെയ്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് ചോദിക്കുന്ന ആ പാറ്റേണിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയേ, അവൻ നോക്കാറുണ്ട്. ഹി ലുക്സ്. അവൻ നോക്കാറില്ല. ഹി ഡസൻ ലുക്ക്. അവൻ നോക്കാറുണ്ടോ? ഡസ് ഹി ലുക്ക്. അവൻ നോക്കാറില്ലേ? ഡസൻറ്റ് ഹി ലുക്ക്. അനദർ വൺ. അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഹി പ്രാക്ടീസസ്. അവൻ പ്രാക്ടീസ് ചെയ്യാറില്ല. ഹി ഡസൻ പ്രാക്ടീസ്. അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഡസ് ഹി പ്രാക്ടീസ്. അവൻ പ്രാക്ടീസ് ചെയ്യാറില്ലേ? ഡസൻ ഹി പ്രാക്ടീസ്. അനദർ വൺ. അവൻ മോഷ്ടിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ വേരിയേഷനായിട്ട് പറയുന്നതാണ്. അവൻ മോഷ്ടിക്കാറുണ്ട്. ഹി സ്റ്റീൽസ്. അവൻ മോഷ്ടിക്കാറില്ല. ഹി ഡസൻ സ്റ്റീൽ. അവൻ മോഷ്ടിക്കാറുണ്ടോ? ഡസ് ഹി സ്റ്റീൽ. അവൻ മോഷ്ടിക്കാറില്ലേ? ഡസൻ ഹി സ്റ്റീൽ. ഓക്കെ, അവൻ വിളമ്പാറുണ്ട്. ഹി സെർവ്സ്. അവൻ വിളമ്പാറില്ല. ഹി ഡസൻ സെർവ്. അവൻ വിളമ്പാറുണ്ടോ? ഡസ് ഹി സെർവ്. അവൻ വിളമ്പാറില്ലേ? ഡസൻ ഹി സെർവ്. ഓക്കെ, ഡസ് ഹി സെർവ് ആൻഡ് ഡസൻ ഹി സെർവ്. അവൻ വിളമ്പാറുണ്ടോ? ഡസ് ഹി സെർവ്. അവൻ വിളമ്പാറില്ലേ? ഡസൻ ഹി സെർവ്. അവൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഹി ഇൻവൈറ്റ്സ്. അവൻ ഇൻവൈറ്റ് ചെയ്യാറില്ല. ഹി ഡസൻ ഇൻവൈറ്റ്. അവൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ? ഡസ് ഹി ഇൻവൈറ്റ്. അവൻ ഇൻവൈറ്റ് ചെയ്യാറില്ലേ? ഡസൻ ഹി ഇൻവൈറ്റ്. അവൻ കഴിക്കാറുണ്ട്. ഹി ഈറ്റ്സ്. അവൻ കഴിക്കാറില്ല. ഹി ഡസൻ ഈറ്റ്. അവൻ കഴിക്കാറുണ്ടോ ചോദ്യമാണ്. ഡസ് ഹി ഈറ്റ്. അവൻ കഴിക്കാറില്ലേ? ഡസൻ ഹി ഈറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇങ്ങനെ നോക്കിയേ. ഞാൻ വിശ്വസിക്കാറുണ്ട്. ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കാറില്ല. ഐ ഡോണ്ട് ബിലീവ്. നീ വിശ്വസിക്കാറുണ്ടോ? ഡു യു ബിലീവ്. നീ വിശ്വസിക്കാറില്ലേ? ഡോണ്ട് യു ബിലീവ്. ഇനി ഹി വെച്ചിട്ട് പറയുന്ന നോക്കിയേ. അവൻ വിശ്വസിക്കാറുണ്ട്. ഹി അല്ലേ? ഹി ബിലീവ്സ്. അവൻ വിശ്വസിക്കാറില്ല. ഹി ഡസൻ ബിലീവ്. അവൻ വിശ്വസിക്കാറുണ്ടോ? ഡസ് ഹി ബിലീവ്. അവൻ വിശ്വസിക്കാറില്ലേ? ഡസൻ ഹി ബിലീവ്. ഓക്കെ, അവൻ ലിഫ്റ്റ് ചെയ്യാറുണ്ട്. ഹി ലിഫ്റ്റ്സ്. അവൻ ലിഫ്റ്റ് ചെയ്യാറില്ല. ഹി ഡസൻ ലിഫ്റ്റ്. അവൻ ലിഫ്റ്റ് ചെയ്യാറുണ്ടോ? ഡസ് ഹി ലിഫ്റ്റ്. അവൻ ലിഫ്റ്റ് ചെയ്യാറില്ലേ? ഡസൻ ഹി ലിഫ്റ്റ്. അവൻ എറിയാറുണ്ട്. ഹി ത്രോസ്. അവൻ എറിയാറില്ല. ഹി ഡസൻ ത്രോ. അവൻ എറിയാറുണ്ടോ? ഡസ് ഹി ത്രോ. അവൻ എറിയാറില്ലേ? ഡസൻ ഹി ത്രോ. ഓക്കെ, അവൻ എടുക്കാറുണ്ട്. ഹി ടേക്സ്. അവൻ എടുക്കാറില്ല. ഹി ഡസൻ ടേക്ക്. അവൻ എടുക്കാറുണ്ടോ? ഡസ് ഹി ടേക്ക്. അവൻ എടുക്കാറില്ലേ? ഡസൻ ഹി ടേക്ക്. ഹി ഫെയിൽസ്. അവൻ ചമ്മാറുണ്ടെന്നൊക്കെ പറയണം, അല്ലെങ്കിൽ അവൻ പരാജയപ്പെടാറുണ്ട്. ഓക്കെ, ഹി ഫെയിൽസ്. അവൻ പരാജയപ്പെടാറില്ല. ഹി ഡസൻ ഫെയിൽ. അവൻ പരാജയപ്പെടാറുണ്ടോ? ഡസ് ഹി ഫെയിൽ. അവൻ പരാജയപ്പെടാറില്ലേ? ഡസൻ ഹി ഫെയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ.
അവൻ ചീത്ത വിളിക്കാറുണ്ട്. ഹി സ്കോൾസ്. അവൻ ചീത്ത വിളിക്കാറില്ല. ഹി ഡസൻ സ്കോൾഡ്. ഓക്കെ, ഹി ഡസൻ സ്കോൾഡ്. ഓക്കെ, അവൻ ചീത്ത വിളിക്കാറുണ്ടോ? ഡസ് ഹി സ്കോൾഡ്. അവൻ ചീത്ത വിളിക്കാറില്ലേ? ഡസൻ ഹി സ്കോൾഡ്. അവൾ ഒളിക്കാറുണ്ട്. ഷീ ഹൈഡ്സ്. അവൾ ഒളിക്കാറില്ല. ഷീ ഡസൻ ഹൈഡ്. അവൾ ഒളിക്കാറുണ്ടോ? ഡസ് ഷീ ഹൈഡ്. അവൾ ഒളിക്കാറില്ലേ? ഡസൻ ഷീ ഹൈഡ്. ഓക്കെ, അവൻ കുടിക്കാറുണ്ട്. ഹി ഡ്രിങ്ക്സ്. അവൻ കുടിക്കാറില്ല. ഹി ഡസൻ ഡ്രിങ്ക്. അവൻ കുടിക്കാറുണ്ടോ? ചോദ്യമാണ്. ഡസ് ഹി ഡ്രിങ്ക്. അവൻ കുടിക്കാറില്ലേ? ഡസൻറ്റ് ഹി ഡ്രിങ്ക്. ഓക്കെ, അവൻ ധരിക്കാറുണ്ട്. ഹി വെയർസ്. അവൻ ധരിക്കാറില്ല. ഹി ഡസൻ വെയർ. അവൻ ധരിക്കാറുണ്ടോ? ഡസ് ഹി വെയർ. അവൻ ധരിക്കാറില്ലേ? ഡസൻ ഹി വെയർ. ഓക്കെ, ഈസി ആണല്ലോ സംഭവം. ഓക്കെ, അവൻ ചവിട്ടാറുണ്ട്. ഹി കിക്സ്. അവൻ ചവിട്ടാറില്ല. ഹി ഡസൻ കിക്ക്. അവൻ ചവിട്ടാറുണ്ടോ? ഡസ് ഹി കിക്ക്. അവൻ ചവിട്ടാറില്ല. ഡസൻ ഹി കിക്ക്. സോ ഇറ്റ്സ് സോ ഈസി. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഒന്ന് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഭീഷണിപ്പെടുത്താറുണ്ട്. എന്താ പറയുക? ഐ ത്രെറ്റൻ. ഞാൻ ഭീഷണിപ്പെടുത്താറില്ല. ഐ ഡോണ്ട് ത്രെറ്റൻ. നീ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഡു യു ത്രെറ്റൻ. നീ ഭീഷണിപ്പെടുത്താറില്ലേ? ഡോണ്ട് യു ത്രെറ്റൻ. ഓക്കെ, ഇനി ഹി വെച്ചിട്ടാണ് പറയുന്നത്. അവൻ ഭീഷണിപ്പെടുത്താറുണ്ട്. ഹി ത്രെറ്റൻസ്. അവൻ ഭീഷണിപ്പെടുത്താറില്ല. ഹി ഡസൻ ത്രെറ്റൻ. അവൻ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഡസ് ഹി ത്രെറ്റൻ. അവൻ ഭീഷണിപ്പെടുത്താറില്ലേ? ഡസൻറ്റ് ഹി ത്രെറ്റൻ. ഓക്കെ, എറിയുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ത്രോ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അവൻ പ്രാർത്ഥിക്കാറുണ്ട്. ഹി പ്രേസ്. അവൻ പ്രാർത്ഥിക്കാറില്ല. ഹി ഡസൻ പ്രേ. അവൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഡസ് ഹി പ്രേ. അവൻ പ്രാർത്ഥിക്കാറില്ലേ? ഡസൻ ഹി പ്രേ. ആൻഡ് സോ ഓൺ. അവൻ സ്മോക്ക് ചെയ്യാറുണ്ട്. ഹി സ്മോക്സ്. അവൻ സ്മോക്ക് ചെയ്യാറില്ല. ഹി ഡസൻ സ്മോക്ക്. അവൻ സ്മോക്ക് ചെയ്യാറുണ്ടോ? ഡസ് ഹി സ്മോക്ക്. അവൻ സ്മോക്ക് ചെയ്യാറില്ലേ? ഡസൻ ഹി സ്മോക്ക്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവൻ വിളിക്കാറുണ്ട്. ഹി കോൾസ്. ഓക്കെ, അവൻ വിളിക്കാറില്ല. ഹി ഡസൻ കോൾ. അവൻ വിളിക്കാറുണ്ടോ? ഡസ് ഹി കോൾ. അവൻ വിളിക്കാറില്ലേ? ഡസൻ ഹി കോൾ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്കിത് ഡീപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നമ്മൾ പറഞ്ഞത് അതേ മോഡലിലുള്ള ക്വസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് യു വിൽ ബി ഏബിൾ ടു യൂസ് ഓൾ ദീസ് തിങ്സ്. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ലൈക്ക് സോഷ്യൽ, ബയോളജി അതൊക്കെ പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു യൂസ് യുവർ ബ്രെയിൻ. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു യൂസ് യുവർ ബ്രെയിൻ. ബട്ട് ഹിയർ ഇൻ ദിസ് സിറ്റുവേഷൻ നമ്മൾ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ബ്രെയിനെ അല്ല. വി ഹാവ് ടു ടീച്ച് അവർ ടങ്. നമ്മൾ നാവിനെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നാവിനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പീക്ക്. കൂടുതലായിട്ട് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് പറയാം. എഗെയിൻ ആൻഡ് അഗെയിൻ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ഹി സ്മോക്സ്. ഹി ഡസൻ സ്മോക്ക്. ഡസ് ഹി സ്മോക്ക്. ഡസൻ ഹി സ്മോക്ക്. കിട്ടി. നെക്സ്റ്റ് വൺ. അവൻ കരയാറുണ്ട്. ഹി ക്രൈസ്. അവൻ കരയാറില്ല. ഹി ഡസൻ ക്രൈ. അവൻ കരയാറുണ്ടോ? ഡസ് ഹി ക്രൈ. അവൻ കരയാറില്ല. ഡസൻ ഹി ക്രൈ. ഓക്കെ, കിട്ടി. അവൻ നിരീക്ഷിക്കാറുണ്ട്. ഹി ഒബ്സർവ്സ് പറയാം, ഓർ ഹി വാച്ചേഴ്സ് എന്ന് പറയാം. എനിത്തിങ്. അവൻ നിരീക്ഷിക്കാറില്ല. ഹി ഡസൻ ഒബ്സർവ്, അല്ലെങ്കിൽ ഹി ഡസൻ വാച്ച്. അവൻ നിരീക്ഷിക്കാറുണ്ടോ? ഡസ് ഹി ഒബ്സർവ് ഓർ ഡസ് ഹി വാച്ച്. അവൻ നിരീക്ഷിക്കാറില്ലേ? ഡസൻ ഹി ഒബ്സർവ് ഓർ ഡസൻ ഹി വാച്ച്. ഓക്കെ, അവൻ അടിക്കാറുണ്ട്. ഹി സ്ലാപ്സ്. അവൻ അടിക്കാറൊന്നുമില്ല. ഹി ഡസൻ സ്ലാപ്പ്. അവൻ അടിക്കാറുണ്ടോ? ഡസ് ഹി സ്ലാപ്പ്. അവൻ അടിക്കാറില്ലേ? ഡസൻ ഹി സ്ലാപ്പ്. അവൻ ഒബേ ചെയ്യാറുണ്ട്. അനുസരിക്കാറുണ്ട്. ഹി ഒബേസ്. അവൻ അനുസരിക്കാറില്ല. ഹി ഡസൻറ്റ് ഒബേ. അവൻ അനുസരിക്കാറുണ്ടോ? ഡസ് ഹി ഒബേ. അവൻ അനുസരിക്കാറില്ലേ? ഡസൻ ഹി ഒബേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പൊക്കൊള്ളൂട്ടാ. അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് വളരെ ബേസിക് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോസിലേക്ക് പോകും, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് കാണാം. അതല്ല, ഇഫ് യു നീഡ് മോർ പ്രാക്ടീസ് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് ഇങ്ങനെ കേൾക്കുക, കാണുക. ഓക്കെ, സോ അവൻ ആക്ട് ചെയ്യാറുണ്ട്. അവൻ അഭിനയിക്കാറുണ്ട്. ഹി പ്രിറ്റൻസ് പറയാം, അല്ലെങ്കിൽ ഹി ആക്ട്സ് പറയാം. ആക്ട്സ്. അഭിനയിക്കാറുണ്ട്. അവൻ അഭിനയിക്കാറില്ല. ഹി ഡസൻ ആക്ട്. അവൻ അഭിനയിക്കാറുണ്ടോ? ഡസ് ഹി ആക്ട്. അവൻ അഭിനയിക്കാറില്ലേ? ഡസൻ ഹി ആക്ട്. അവൻ ചോദിക്കാറുണ്ട്. ഹി ആസ്ക്സ്. അവൻ ചോദിക്കാറില്ല. ഹി ഡസൻ ആസ്ക്. അവൻ ചോദിക്കാറുണ്ടോ? ഡസ് ഹി ആസ്ക്. ഓക്കെ, ഡസ് ഹി ആസ്ക്. ഓക്കെ, അവൻ ചോദിക്കാറില്ലേ? ഡസൻ ഹി ആസ്ക്. അവൻ ട്രാവൽ ചെയ്യാറുണ്ട്. യാത്ര ചെയ്യാറുണ്ട്. ഹി ട്രാവൽസ്. അവൻ യാത്ര ചെയ്യാറില്ല. ഹി ഡസൻ ട്രാവൽ. അവൻ യാത്ര ചെയ്യാറുണ്ടോ? ഡസ് ഹി ട്രാവൽ. അവൻ യാത്ര ചെയ്യാറില്ലേ? ഡസൻ ഹി ട്രാവൽ. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഹി സ്പീക്സ് ഇംഗ്ലീഷ്.
അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? ഡസൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മൈറ്റ് ബി എ പേഴ്സൺ ഓർ തിങ്ക് ഹു ഡസ് വർക്ക് ചെയ്യുന്ന ആളുകളോ വസ്തുക്കളോ ഒക്കെ എന്താണ് സബ്ജക്റ്റ് ആണെന്ന് പറയാം. ഈ സബ്ജക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. സിംഗുലറായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹി ഷീ ഇറ്റ് എവരിബഡി ആയിരുന്നു. പ്ലൂറലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഐ യു ദേ വി ആയിരുന്നു. ഓക്കെ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ വെച്ചിട്ട് യു വെച്ചിട്ട് ദേ വെച്ചിട്ട് വി വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം ഐ സ്റ്റഡി, ഐ റൈറ്റ്, ഐ തിങ്ക്, ഐ നോ, ഐ റീഡ്, ഐ റൈറ്റ്, ഐ വാക്ക്, ഐ റൺ, ഐ ജംപ് എന്നൊക്കെ പറയാൻ പറ്റും. നെഗറ്റീവ് ആണെങ്കിൽ ഐ ഡോണ്ട് ഡു ദാറ്റ്, ഐ ഡോണ്ട് സീ, ഐ ഡോണ്ട് കം, ഐ ഡോണ്ട് കോൾ, ഐ ഡോണ്ട് ഇൻവൈറ്റ്, ഐ ഡോണ്ട് ഇൻഫോം ഇതൊക്കെ പറയാം. ചോദ്യങ്ങളാണെങ്കിൽ ഡു യു തിങ്ക്, ഡു യു റിമെമ്പർ, ഡു യു ബിലീവ്, ഡു യു ആസ്ക്, ഡു യു സേ എന്നൊക്കെ പറയാം. ഇനി നെഗറ്റീവ് ക്വസ്റ്റൻ ആണെങ്കിൽ ഡോണ്ട് യു തിങ്ക്, നിനക്ക് തോന്നുന്നില്ലേ? ഡോണ്ട് യു ഈറ്റ്, നീ കഴിക്കാറില്ലേ? ഡോണ്ട് യു കം, നീ വരാറില്ല? ഡോണ്ട് യു ഗോ, നീ പോകാറില്ല എന്നൊക്കെ ചോദിക്കാം. ഇനി സിംഗുലേഴ്സ് പറയുന്ന സമയത്ത് അവൻ പഠിക്കാറുണ്ട്, ഹി സ്പീക്സ്, അവൻ എഴുതാറുണ്ട്, ഹി റൈറ്റ്സ്, അവൻ വരാറുണ്ട്, ഹി കംസ്, അവൻ വിളിക്കാറുണ്ട്, ഹി കോൾസ്. ചെയ്യാറില്ല എന്ന് പറയുന്ന സമയത്ത് ഹി ഡസൻ കോൾ, ഹി ഡസൻ കം, ഹി ഡസൻ റൈറ്റ്, ഹി ഡസൻ തിങ്ക് എന്നൊക്കെ പറയാം. ചോദ്യമാണെങ്കിൽ ഡസ് ഹി കം, അവൻ വരാറുണ്ടോ? ഡസ് ഹി ഗോ, അവൻ പോവാറുണ്ടോ? ഡസ് ഹി തിങ്ക്, അവൻ ആലോചിക്കാറുണ്ടോ? ഡസ് ഹി റൈറ്റ്, അവൻ എഴുതാറുണ്ടോ? ഇനി ഇതൊന്നും ചെയ്യാറില്ലേ? അവൻ കഴിക്കാറില്ലേ? അവൻ നോൺ വെജ് കഴിക്കാറില്ലേ? ഡസൻ ഹി ഈറ്റ് നോൺ വെജ്. ഓക്കെ, ഡസൻ ഹി കം ഹിയർ, അവനോട് വരാറില്ലേ? ഡസൻ ഹി സ്റ്റഡി, അവൻ പഠിക്കാറില്ലേ? ഡസൻ ഹി നോ യു, അവനക്ക് നിന്നെ അറിയില്ലേ? ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഒന്നാമത്തെ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോ ഇങ്ങനെ ഒരു 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 സീക്വൻസ് ആയിട്ടാണ് വീഡിയോസ് ചെയ്തു പോകുന്നത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് യു വോണ്ട് മോർ വീഡിയോസ് റിഗാർഡിംഗ് ദിസ് നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യും. ഓക്കെ, so that's all for today, and if you like this video, please like, share and subscribe. Thank you so much for watching this video.